ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നില്ലേ ഞാൻ പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ പൈനാപ്പിൾ സാധാരണ കൊണ്ടുവരാറുണ്ട്, പക്ഷെ എനിക്ക് പൈനാപ്പിൾ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടം കൂടിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ആക്കുമ്പോൾ എനിക്ക് കണ്ട ഒരു റെസിപ്പിയാണ് പൈനാപ്പിൾ അച്ചാർ. അപ്പോൾ അത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് കല്യാണത്തിലൊക്കെ കഴിക്കാറുണ്ട്, പക്ഷെ ഞാനിത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഞാനും കൂടി പൈനാപ്പിൾ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ പൈനാപ്പിൾ ഒന്ന് എടുത്തിട്ടുണ്ട്, അതിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ട് അത് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പൈനാപ്പിൾ ഇങ്ങനെ നമ്മൾ മുറിക്കുമ്പോഴേ ബാക്കി സമയത്താണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലുള്ള പോർഷൻ നമ്മൾ കളയും കേട്ടോ. പക്ഷേ ഈ അച്ചാർക്ക് അതിന് കളയേണ്ട ആവശ്യമില്ല അത്രേ, അങ്ങനെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടുള്ള എൻ്റെ പുറത്തുള്ളത്തെ വ്യൂ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ അച്ചാർക്കുള്ള എല്ലാ ചേരുവകളും മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ പൈനാപ്പിളും ഒരു 2 ക്യാരറ്റും കുറച്ച് വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ പൾപ്പാണ് എടുക്കേണ്ടത്. പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉലുവാന്, കായപ്പൊടി, ഓയിൽ, നല്ലെണ്ണയാണ്. എന്നിട്ട് ഇതിലേക്ക് വേണ്ടി സുർക്ക, അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പാന് ചൂടായതിലേക്ക് വെളിച്ചെണ്ണയല്ല, ഞാൻ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അരക്കപ്പോളൊന്നും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഞാൻ കടുകിട്ടിട്ടുണ്ട്. അത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചതും, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി മൊത്തത്തിൽ അങ്ങ് അതിൻ്റെ നീട്ടാക്കിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിന് 2 ഇങ്ങനെ കട്ടാക്കിയിട്ട് നടുന്ന് ഇങ്ങനെ കട്ടാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മൂക്കുമ്പോൾ അതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ആഡ് ആക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 4-5 പച്ചമുളക് കാണും. അപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 5-6 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ച കുത്തൊന്ന് മാറിയെടുക്കണം. ഈ സമയത്ത് ഈ പൊടികൾ ഇടുന്ന സമയത്ത് നിങ്ങളുടെ പാനും ഓയിലും അധികം ചൂടായിട്ടുണ്ടാവാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് അത്രയും ചൂടായിട്ട് എടുക്കാൻ പാടില്ല. തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാൻ. എന്നിട്ട് അതിലോട്ട് പൈനാപ്പിളും ക്യാരറ്റും 2ഉം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പൈനാപ്പിളിൽ മാത്രം ഉണ്ടാക്കിയിട്ട് കളയാട്ടോ. പൈനാപ്പിൾ ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല വെള്ളമൊക്കെ അതിൽ നിന്ന് ഊരി വന്നോളൂ. അപ്പോൾ ഇത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് ഇതിലേക്ക് 2 പീസ് ശർക്കരയില്ലേ അത് ആഡ് ആക്കുന്നുണ്ട്. പിന്നെ ഇത് പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൾപ്പ് മൊത്തത്തിൽ അങ്ങ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ടാൽ മതി. അതിന് അളവൊന്നും പറയാൻ പറ്റില്ല. അതെടുക്കുന്നത് നിങ്ങൾ പൈനാപ്പിളും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാവും ഉപ്പ് ഇടേണ്ടത്. എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടി മിക്സാക്കാം. ഇനി പൈനാപ്പിൾ അധികം കുക്കാവേണ്ട. അധികം പഴുത്ത പൈനാപ്പിളാണെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം 1 മിനിറ്റ് മതിയാവും ഇത് കുക്കാക്കിയിട്ട് എടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഇത് 2-3 മിനിറ്റോളം ഞാൻ ഇത് കുക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ അച്ചാറിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ. എല്ലാം ഒന്ന് ചേർക്കുക. അപ്പോൾ അപ്പാടെ മിക്സാക്കിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം ഒരു അച്ചാറിടുന്നതിൻ്റെ ഒരു രീതിയാണ്. പിന്നെ ഇത് പൈനാപ്പിളല്ലേ, ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഇടാനും പറ്റുന്നത്. അങ്ങനെ ഇത് 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഞാൻ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 1/2 ടീസ്പൂൺ ഉലുവാൻ പൊടിയാണ്. കാരണം വറുത്തിടേണ്ടതാണ് ഉലുവാൻ പൊടി. പക്ഷേ എൻ്റെ കയ്യിൽ പച്ചപ്പൊടി തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പേടിച്ചിട്ട്, കാരണം കയ്പ്പ് കുറച്ച് കൂടിപ്പോയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എൻ്റെ പൈനാപ്പിളിൻ്റെ അച്ചാർ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര പൈനാപ്പിൾ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ടേസ്റ്റും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സുർക്ക ഞാനിത് 100 ml കുപ്പിയാണ് കേട്ടോ. അത് മൊത്തം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് ഇതിലോട്ട് അരക്കപ്പൊക്കെ ഇടണമെന്നില്ലിട്ട്. പക്ഷേ എനിക്ക് 100 ml അത് പെർഫെക്റ്റായിട്ട് തോന്നി. കാരണം എൻ്റെ പൈനാപ്പിൾ ഇപ്പോൾ നിങ്ങൾ ആദ്യമേ കണ്ടിട്ടുണ്ടാവുമല്ലോ, അത്രയും വലിപ്പത്തിലുള്ള പൈനാപ്പിളായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ 100 ml സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, വിനാഗിരി.
വിനാഗിരി ഒഴിച്ചിട്ട് അപ്പാടനെ ഗ്യാസ് ഓഫാക്കുക. എന്നിട്ട് നല്ലോണം തണുക്കാൻ മാറ്റി വെക്കുക. അല്ലാതെ തന്നെ ഇങ്ങനെ ചൂടോട് കഴിച്ച് നോക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു ഭരണിയിൽ ഇട്ട് കൊടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ കുപ്പിയിൽ. അതിനായിട്ട് ഞാൻ കുപ്പിയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുപ്പിയിലാണ് ഇതിപ്പോൾ ഇട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചൂടോട് തന്നെ എല്ലാവരും കഴിച്ചിട്ടും അതിൻ്റെ റിവ്യൂസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് ഞാനും ചൂടോടെ ഒന്ന് കഴിച്ചിട്ട് നോക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ കുപ്പിയിലോട്ട് ആക്കാൻ പോവാം. അപ്പം ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടാണ് പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ധൈര്യത്തോടെ തന്നെ പൈനാപ്പിൾ അച്ചാർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കാം. കുറച്ച് സാധനങ്ങൾ മാത്രം ഉണ്ടായാൽ മതി. പിന്നെ ഇത് ഉണ്ടാക്കാൻ എല്ലാവരും പറയുന്നത് നല്ലെണ്ണ തന്നെ യൂസ് ആക്കണം എന്നിട്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ താങ്ക് യു, ടേക്ക് കെയർ.